സോഫ്റ്റ് ഡോള സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക്. നല്ല പാറ്റേണിൽ ഒരു വേർട്ടിക്കലായിട്ട് സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരി വന്നിരിക്കുന്നത്. അതിലൊരു ടെമ്പിൾ പാറ്റേണിലുള്ള സിമ്പിൾ ബോർഡറും വരുന്നുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ ആ ഒരു പ്യുവർ സോഫ്റ്റ് സിൽക്കിന്റെ ആ ഒരു ഫാബ്രിക് ആണ് സാരി വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം. ട്രാൻസ്പെറൻസി ഇല്ല, നോൺ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആണ്. ഞാൻ 1 ലെയറിൽ കാണിക്കാം കേട്ടോ സാരി. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ലേസി പ്ലേറ്റ്സ് എടുത്ത് കൊടുത്തിരിക്കുകയാണ്. 1 ലെയറിലാണെങ്കിൽ നമുക്ക് ട്രാൻസ്പെറൻസി ഒട്ടും തന്നെ ഇല്ല. ഈ ഒരു ലുക്കായിരിക്കും സാരി വരുന്നത്. ഫുൾ ഒരു തിൻ ലൈൻസ് ആണ്, തിൻ സ്ട്രൈപ്പ് ഡിസൈൻസ് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വന്നിട്ട്. ഒരു ടെമ്പിൾ പാറ്റേണിലാണ് സാരിക്ക് അപ്പറും ലോവറും ബോർഡർ വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ബ്ലാക്കും ഒരു ഓഫ് വൈറ്റും ആണ് സാരിയുടെ ആ ഒരു കളർ പാലറ്റ് വരുന്നത്. അതിൽ ഒരു ബ്ലാക്കിൽ ഓഫ് ക്രീം ആണ്, വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഓഫ് ക്രീമിലാണ് ആ ടെമ്പിൾ ഡിസൈൻസ് വരുന്നത്. ഇതാണ് പാറ്റേൺ. ബ്ലാക്കും ഓഫ് ക്രീമും കൂടിയാണ് കോമ്പിനേഷൻ. ഇതൊരു ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് പാറ്റേണിലാണ് സാരിയിലെ ആ ഒരു അജ്രക് പല്ലു. നമ്മൾ ആ ഒരു ട്രഡീഷണൽ അജ്രക് ഡിസൈൻസ് ഉണ്ടല്ലോ, അതേ ആ ഒരു കളർ കോമ്പിനേഷനിലും ഡിസൈനിലുമാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഇതായിരിക്കും ആ ഒരു പാറ്റേൺ വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട് സാരിക്ക്. ബ്ലൗസ് വരുന്നത് ഇതേ പാറ്റേണിൽ തന്നെ ആ ഒരു റെഡില് ഒരു പ്രിന്റഡ് ബ്ലൗസ് ആയിരിക്കും സാരിക്ക് വരുന്നത്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഒരു മസ്റ്റേർഡ് യെല്ലോ ആണ്, ബ്രൗണിഷ് മസ്റ്റേർഡ് യെല്ലോ ആണ് സാരി വരുന്നത്. ഒരു ഓഫ് ക്രീം മസ്റ്റേർഡ് യെല്ലോയുടെ കോമ്പിനേഷൻ. സെയിം അതേ ഡിസൈൻ തന്നെയാണ്. വെർട്ടിക്കലായിട്ടായിരിക്കും സ്ട്രൈപ്പ് ഡിസൈൻസ് വരുന്നത്. അതിൽ ആ ടെമ്പിൾ പാറ്റേണിൽ തന്നെയാണ്. സാരിയുടെ ആ ടെക്സ്ചർ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. സെമി ഡോളയാണ് സാരിയുടെ ഫാബ്രിക്. ഇതായിരിക്കും 1 ലെയറിൽ സാരി ഈ ഒരു പാറ്റേണിലാണ് വരിക. ടെമ്പിൾ ബോർഡർ, അജ്രക് പല്ലു, ബ്ലാക്കും മസ്റ്റേർഡും കൂടിയാണ് ആ അജ്രക് ഡിസൈൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിലാണ് ആ ഒരു പ്രിന്റഡ് ബ്ലൗസ് വരുന്നത് സാരിക്ക്. ഇതായിരിക്കും സെയിം പാറ്റേൺ. മുന്താണി, പ്രിന്റഡ് ബ്ലൗസ് വരുന്നത് 80-85 ഒക്കെ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ചില്ലി റെഡ് ആണ്. ചില്ലി റെഡും ആ ഒരു ക്രീമും കൂടിയുള്ള കോമ്പിനേഷനിൽ തന്നെ. ഡിസൈനും പാറ്റേൺ എല്ലാം സെയിം തന്നെ. ടെമ്പിൾ പാറ്റേണിലുള്ള ബോർഡർ ചില്ലി റെഡിലായിരിക്കും ഒരു ഓഫ് ക്രീമിലുള്ള ബോർഡർ വന്നിട്ട് തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് ബോഡി കംപ്ലീറ്റ് വരിക. ഇതായിരിക്കും പാറ്റേൺ. വളരെ ഫ്ലോയി ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക് ആട്ടോ. നമുക്ക് നല്ല ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് മെറ്റീരിയൽ. അജ്രക് പല്ലു. ബ്ലൗസ് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. സെൽഫ് ഡിസൈൻസ് ഉണ്ട് ബ്ലാക്കിൽ. ഈ ഒരു പാറ്റേണിലായിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി ഫാബ്രിക്കും പാറ്റേണും എല്ലാം മാറിയിട്ടുണ്ട്. സ്ലബ് കോട്ടൺ ആണ് സാരിയുടെ ഫാബ്രിക്. ഈ ഒരു ഹോട്ട് സമ്മറിൽ, ചൂട് സമയത്ത് വളരെ ആപ്റ്റായിട്ട് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. ഈ ഒരു പാറ്റേണിലായിരിക്കും സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. ഫുൾ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് പാറ്റേണിൽ ഫ്ലോറൽ ഡിസൈൻസും അതിലൊരു ജോമെട്രിക്കൽ പാറ്റേണിലും ആയിരിക്കും പ്രിന്റ് വരുന്നത് ബോഡിയിൽ. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ബോർഡർ വരുന്നത് ഈ ഒരു സ്റ്റൈലിലാണ്. ഇതും ആ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് പാറ്റേണിലായിരിക്കും കേട്ടോ സാരിയിലെ ആ ഒരു ഡിസൈൻസ് വരുന്നത്. അതിൻ്റെ ഒരു ഇറഗുലാരിറ്റീസ് കാണും. മുന്താണി നമ്മൾ നോർമലി ജയ്പൂർ കോട്ടണിലെല്ലാം കാണുന്ന ആ ഒരു ഡിസൈൻ ഇല്ലേ, ആ ഒരു പാറ്റേണിലാണ് സാരിയിൽ ആ ഒരു ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫാബ്രിക് വരുമ്പോൾ സ്ലബ് കോട്ടൺ ആണ് സാരിയുടെ ഫാബ്രിക്. സ്ട്രൈപ്പ് ഡിസൈൻസിൽ നല്ല മൾട്ടി കളറിലായിരിക്കും മുന്താണി വരുന്നത്. ബ്ലൗസ് വരുന്നതും അതേ ജോമെട്രിക്കൽ പാറ്റേണിൽ തന്നെ നല്ല സഫീഷ്യൻ്റ് ആയിട്ട് 1 മീറ്ററിലുള്ള 45 ഇഞ്ച് വിഡ്ത്തിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സെയിം അതേ ഡിസൈനും ഫാബ്രിക് എല്ലാം സെയിം തന്നെ. ആ ഒരു കളർ പാലറ്റ് മാത്രം ചെറുതായിട്ടൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ഒരു ബ്രിക്ക് റെഡ് ആണ് സാരിയിലെ ഒരു കോമ്പിനേഷൻ വരുന്നത്. ബോർഡറിലും ആ ഒരു പാറ്റേണും എല്ലാം സെയിം തന്നെ. സോഫ്റ്റ് സ്ലബ് കോട്ടൺ ആണ് സാരിയുടെ മെറ്റീരിയൽ. ഞാൻ 1 ലെയറിൽ കാണിക്കാം കേട്ടോ സാരി. ഇതാണ് സാരി. സിംഗിൾ ലെയറിലാണെങ്കിൽ ഇങ്ങനെ വരും. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. ട്രാൻസ്പെറൻസി ഇല്ല. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാവുന്ന സാരിയാണ്. പല്ലു. ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. അതേ ആ ജോമെട്രിക്കൽ പാറ്റേണിൽ തന്നെ വിത്ത് ബോർഡർ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ്. ഇതെല്ലാം നമുക്ക് സിംഗിൾ കളറിലെ ബ്ലൗസും ഡ്രേപ്പ് ചെയ്യാം. കാരണം ഇതിൽ മൾട്ടി കളറിൽ ഗ്രീൻ, ഒരു ബ്രിക്ക് ഓറഞ്ച്, ബ്രൗൺ അങ്ങനെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ഏതെങ്കിലും കളറിലെ ബ്ലൗസ് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കളർ മസ്റ്റേർഡ് യെല്ലോ ആണ്. മസ്റ്റേർഡ് യെല്ലോയും ഗ്രീനും കൂടിയാണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. സെയിം എല്ലാ പാറ്റേണും അതേ ഡിസൈൻ തന്നെ വരുന്നത് കേട്ടോ. കളേഴ്സ് ആണ് മാറി മാറി വരുന്നത്. ഇതിൽ വരുമ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും ഒരു കളർ വരുന്നത്. സെയിം സ്റ്റൈൽ പല്ലു. ബ്ലൗസ് വരുന്നത് ഒരു മസ്റ്റേർഡ് യെല്ലോയിലും ഒരു ക്രീമിലും ആയിരിക്കും ജോമെട്രിക്കൽ പാറ്റേണിൽ ബ്ലൗസ് വരുന്നുണ്ട്. അടുത്ത കളർ ബ്ലൂ ആണ് വരുന്നത്. നല്ലൊരു സ്കൈ ബ്ലൂ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഒരു ഡാർക്ക് ബ്ലൂ. സെയിം ഡിസൈൻ. പല്ലു, ബ്ലൗസ് വരുമ്പോഴും ഒരു ഓഫ് ക്രീമും ബ്ലൂവും കൂടിയാണ് ജോമെട്രിക്കൽ ബ്ലൗസ് വരും. നെക്സ്റ്റ് കോമ്പിനേഷൻ ഗ്രീനും ബ്രൗണും കൂടിയാണ് സാരിയുടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഗ്രീനും മസ്റ്റേർഡും കൂടിയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. അതിലൊരു പേർപ്പിൾ ഫ്ലോറൽ ഡിസൈൻസും വരുന്നുണ്ട്. ആ ഒരു ഗ്രീൻ പേർപ്പിൾ മസ്റ്റേർഡ് കോമ്പിനേഷനിലായിരിക്കും മുന്താണി, ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഫാബ്രിക്കും പാറ്റേണും എല്ലാം മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് സോഫ്റ്റ് ചന്തേരി കോട്ടൺ ആണ്. ചന്തേരിയും കോട്ടനും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ. സാരിയുടെ ഫാബ്രിക് കളർ ബേബി പിങ്ക് ആണ്. ബേബി പിങ്കും ഡാർക്ക് പിങ്കും കൂടി കോമ്പിനേഷനിലാണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും. ഫുൾ ഒരു ഫ്ലോറൽ ഡിസൈൻസിന്റെ വീവിലാണ് വരുന്നത്. ഇതൊരു ഗോൾഡൻ ആൻഡ് ഡാർക്ക് പിങ്കിലായിരിക്കും ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്.
ഗോൾഡൻ ത്രെഡും വരുന്നുണ്ട്. ഒരു ഡാർക്ക് പിങ്ക് ടോണിൽ ഈ ഒരു പാറ്റേണിലാണ് ബോഡിയിൽ വരിക. ബോർഡർ വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. ഫുൾ വീവിലാണ് കേട്ടോ. ഒരു ത്രെഡ് വീവിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും. ഫുൾ ആ ഒരു ത്രെഡ് വൂവൻ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരും. പല്ലു, ഇതാണ് സാരിയുടെ മുന്താണി. മുന്താണിയുടെയും ബാക്ക് സൈഡ് വരുമ്പോൾ അതേ ഒരു വൂവൺ പാറ്റേണിൽ തന്നെ ആയിരിക്കും വരുന്നത്. നമുക്കൊരു ചെറിയ ഫംഗ്ഷന് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സോഫ്റ്റ് ചന്തേരി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നത് ഈ ഒരു സ്റ്റൈലാണ്. അതിലും ആ ഒരു ഗോൾഡൻ സെറി ബുട്ടി വർക്ക് ആണ്. ഫുൾ ആ ഒരു ഡയമണ്ട് പാറ്റേണിലുള്ള ഒരു ബുട്ടി വർക്ക് വന്നിട്ട് ബോർഡർ ആയിരിക്കും. ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസിന്റെ സ്ലീവിൽ ബോർഡർ വരുന്നത്. ബേബി പിങ്കും ഡാർക്ക് പിങ്കും കൂടിയാണ് സാരിയുടെ കോമ്പിനേഷൻ. എല്ലാ കളേഴ്സും നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ്. നെക്സ്റ്റ് കളർ സഫയർ ഗ്രീൻ. സഫയർ ഗ്രീനിൽ ഒരു ടോൺ ഡാർക്കർ ആയിട്ടുള്ള ഒരു ത്രെഡും ഒരു ആന്റി ഗോൾഡൻ സെറിയും കൂടി ആയിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് ഫുൾ സാരി വരുന്നത്. അതേ കോമ്പിനേഷനിൽ തന്നെയായിരിക്കും രണ്ട് സൈഡിലും ബോർഡറും വരുന്നുണ്ട്. എല്ലാം ത്രെഡ് വൂവൻ പാറ്റേണിൽ തന്നെ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഇതാണ് പല്ലു. സെയിം സ്റ്റൈലിൽ തന്നെ ആ ഒരു ഡാർക്ക് ടോണിൽ തന്നെ ഫുൾ ആ ഒരു ഗോൾഡൻ സെറി ബുട്ടി വർക്കിലാണ് ബ്ലൗസ് വരുന്നത്. സെയിം ഡിസൈൻ തന്നെ വന്നിരിക്കുന്നത്. കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. ഒരു പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും വൂവൻ ഡിസൈൻ, മുന്താണി, ബ്ലൗസ്. നെക്സ്റ്റ് കളർ സ്കൈ ബ്ലൂ ആണ്. പൗഡർ ബ്ലൂവും സ്കൈ ബ്ലൂവിനുള്ള കോമ്പിനേഷനിൽ സെയിം പാറ്റേണിൽ തന്നെ ആയിരിക്കും ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ബ്ലൗസ് ഇതായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ പീച്ചാ വരുന്നത്. നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ പീച്ചാണ് സാരിയുടെ കളർ. ഫുൾ ത്രെഡ് വർക്ക്, മുന്താണി, ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ്. നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വന്നിരിക്കുന്നത്. ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിൽ തന്നെ ആയിരിക്കും ഒരു ഗ്രീൻ വരുന്നത്. ഫുൾ ത്രെഡ് വർക്ക്, ബോഡി കംപ്ലീറ്റ് സെയിം സ്റ്റൈൽ, മുന്താണി, ബ്ലൗസ്.